ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്തിറക്കം കൂടിപ്പോയാൽ നമുക്കത് എങ്ങനെ കുറയ്ക്കാമെന്നാണ് കാണിക്കുന്നത്. കുറഞ്ഞു പോയാൽ നമുക്കത് കൂട്ടാം, എന്നാൽ കൂടിപ്പോയാൽ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ കുറയ്ക്കാനും പറ്റും. തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ലൈനിങ് കട്ട് ചെയ്തിട്ടില്ല, ലൈനിങ്ങിലും കഴുത്ത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിങ് കൊണ്ട് തന്നെയാണ് ഈ കഴുത്ത് തയ്ക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് എടുത്ത് വെച്ച് സ്റ്റിച്ച് കൊടുത്ത് അകവശത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഷേപ്പിനൊരു മാറ്റവും വരാതെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ റൗണ്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം. റൗണ്ട് അല്ലാതെ ഏത് ഷേപ്പാണെങ്കിലും നമുക്കിതുപോലെ തന്നെ ലൈനിങ് വെച്ച് തയ്ച്ച് തിരിച്ചിടാം. തയ്യൽ തുമ്പ് ഇങ്ങനെ അകത്ത് പോവും, ലൈനിങ്ങിൻ്റെ മെയിൻ പീസിൻ്റെ അകത്ത് പോവും. ഇനി നമുക്കൊരു ചെറിയ പീസ് ക്യാൻവാസ് തയ്ക്കുന്നവരുടെ കയ്യിൽ മിക്കവാറും കാണും. അതിലൊരു ചെറിയ പീസ് മതി. നമ്മളൊരു സ്കെയിലില്ലേ, അതിൻ്റെയൊക്കെ അത്ര മതിയാവും. ഈ ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ തിളക്കമുള്ളതാണ്, അതാണ് നമ്മൾ വെച്ച് അയൺ ചെയ്യുന്ന ഒരു പശയുള്ള സൈഡ്. ഇതല്ലാത്ത തിളക്കമില്ലാത്ത സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അത് നീളത്തിൽ 3 സെൻറ്റിമീറ്റർ. ഈസിയാണ്. സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തൊന്ന് ഇതുപോലെ വരയ്ക്കാം. ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്ര ഈസിയാണ്. ഇതുപോലെ നേരെ ഒരു വരയും കൂടി വരയ്ക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ നേരെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനൊരു മാർക്കിംഗ് കൂടെ കൊടുക്കണം. നമ്മുടെ ഷേപ്പ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മുകളിൽ വരച്ച ആ ഒരു ഡോട്ടും ഈ മധ്യഭാഗത്തായിട്ട് വരച്ച ആ ഒരു ഡോട്ടും കൂടെ ചരിച്ച് വരയ്ക്കണം. അതിനുശേഷം തിരിച്ചും ഒരു വരയും കൂടി. കൊച്ചു കുട്ടികൾക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന അത്ര ഈസിയാണിത്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനൊരു വി പോലെ അല്ലെങ്കിൽ യു പോലെ ആയാലും മതി. അത്രയും ഭാഗം നമുക്ക് വെട്ടിക്കളയാനുള്ളതാണ്. ഇതുപോലെ മൊത്തം വരച്ച ശേഷം ആ വി മാർക്ക് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കൊരു കൃത്യം അളവ് വേണം, എന്നാലേ ആ ഭംഗി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നത്. ഇതിങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം കൃത്യം ഒരേ അളവിലായിരിക്കണം. ഇനി നല്ല പ്രിൻ്റാ ഡിസൈനാ എന്തെങ്കിലും ഉള്ളൊരു ചെറിയ പീസ് തുണി, നമ്മൾ കട്ട് പീസ്, അതിൽ നല്ല ഡിസൈനുള്ള ഏതെങ്കിലും ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാം ഒരേപോലെ വരുന്നതായിരിക്കണം. ഡിസൈൻ ഒരേപോലെ തന്നെ വരണം എല്ലാ പീസിലും. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ ഏറ്റവും ആ വി വരുന്ന ഭാഗം ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് എല്ലാ പീസിലും ഒരുപോലെ വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ വെച്ച് നമുക്ക് തേച്ച് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കി എടുക്കാം. നമ്മൾ വലുതായി പോയ കഴുത്ത് ഇതാണ് ബാക്ക് കഴുത്ത്. ഇനി നമുക്ക് ശരിക്ക് കറക്റ്റ് അളവിലുള്ള കഴുത്ത് നമുക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 2 പീസ് തുണി എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് മടക്കാം. ഈ മടക്കിൽ നമ്മുടെ കഴുത്തെടുത്ത് വയ്ക്കാം. ഇതുപോലെ ഷോൾഡർ ലെവലിലും കഴുത്ത് അകലത്തിലും കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിനകത്തുള്ള കഴുത്ത് നമുക്ക് ആദ്യം ഒന്ന് വരച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസിൽ ഇതുപോലെ കഴുത്തകലും ഇറക്കം കുറയ്ക്കണമെങ്കിലും അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ പറയാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കഴുത്തകലോ ഇറക്കമോ ഒക്കെ ഇതിൽ മാർക്ക് ചെയ്യാം. നമ്മുടെ ശരിയായ കഴുത്തിറക്കവും അകലവും വരച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് 1 ഇഞ്ച് പുറത്തോട്ട് തുമ്പ് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം വരച്ച നെക്കിന് പുറത്തായിട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഈ നെക്കിൻ്റെ സൈഡങ്ങ് തയ്ച്ചെടുക്കാം. 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് കഴുത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തയ്യൽ തുമ്പിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുമുണ്ട്. ഇനി ഇതിൽ ഒരു പീസ് അങ്ങോട്ടെടുത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് പതിച്ചടിക്കുന്ന പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം.
ഇപ്പം നമ്മൾ ഈ പീസിലോട്ട് വെച്ച് പതിച്ച് തയ്ച്ചിട്ടുണ്ട്. പതിച്ച് തയ്ച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ മടക്കി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, പകരം എന്താ ഇങ്ങനെ മടക്കി. തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ 2 വശത്തും സ്റ്റിച്ചായി. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇത് തിരിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇത് നമ്മളെ കഴുത്തിൻ്റെ ആ നെക്കിൻ്റെ അകത്ത് വെക്കണം. നമുക്ക് എത്രയാണോ കറക്റ്റ് ആ നെക്ക് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സാണ്. നമുക്ക് ബ്ലൗസ് പീസിൻ്റെ സെയിം കളർ വെച്ചും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് ബാക്കിൽ കുറച്ചൊരു ഭംഗി വേണം, നല്ലൊരു റോയൽ ലുക്കിൽ നമുക്ക് ബ്ലൗസ് ഇടണം, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്കൊരു ലൈക്ക് തരണേ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കാം. ഇത് പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള അകവശമാണ് ബാക്ക് സൈഡ്. നല്ല വശം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. കഴുത്തിൽ ക്രോസ് പീസ് പൈപ്പിംഗ്, അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പീസ് ഇങ്ങനെ വെച്ച് തച്ച് വെക്കുകയാണ്. നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് വച്ചേക്കുന്നതുകൊണ്ട് ഇത്രയും നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തുണി മടക്കിയാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും ഭംഗിയിൽ കിട്ടത്തില്ല, പലതും പല ഷേപ്പായി പോകാനും സാധ്യതയുണ്ട്. പിന്നീട് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഇതിന് അഡീഷണൽ സീക്വൻസും മുത്തും ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും കൊടുക്കാതെ തന്നെ സാധാരണ കട്ട് പീസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. എന്നാലും കാണാൻ സൂപ്പറല്ലേ. കട്ട് ചെയ്തെടുക്കുമ്പം ഡിസൈൻ എല്ലാ പീസിലും ഒരുപോലെ വരാൻ നോക്കണം. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി സീക്വൻസ്, ലേസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് 2 നെക്ക് കൂടെ ജോയിൻ ചെയ്തില്ലേ, ആ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ലേസ് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് മതിയാവും. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഷോൾഡർ കട്ട് ചെയ്യുന്ന പറയാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ കഴുത്ത് ചെറുതാക്കിയപ്പം നമുക്ക് ഷോൾഡർ കൂടി, ഈ ഷോൾഡർ നമുക്ക് ആവശ്യത്തിന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസ് അതെങ്ങനെ കഴുത്തകലും ഇറക്കവും കുറയ്ക്കാമെന്ന് പറയാം. ആദ്യം ഒരു കറുപ്പ് പീസ് കട്ട് ചെയ്തില്ലേ, അതിനകത്ത് ആ ഷേപ്പിൽ കുറച്ചൊരു മാറ്റം വരുത്താം. ഈ കറുപ്പ് പീസിൻ്റെ ഷേപ്പ് ഇതാ ഏറ്റവും മുകളറ്റത്ത് ആ കർവ് വേണ്ട, കുറച്ച് അകത്തോട്ട് ആക്കിയാൽ മതി ആ ഷേപ്പ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് തയ്ക്കുമ്പോൾ ഷോൾഡർ വരെ വെച്ച് തയ്ക്കണ്ട, കുറച്ച് താഴ്ന്നേ തുടങ്ങിയാൽ മതി. തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അതേ മെറ്റീരിയൽ തന്നെ എടുക്കണം. അതേ കളറെന്നല്ല പറഞ്ഞ്, അതേ മെറ്റീരിയൽ, എന്നാലേ അത് നല്ല കറക്റ്റായിട്ട് ചേർന്ന് കിടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.